ഞാൻ വരുന്ന വഴി കലേമയെ കണ്ടു. എന്നെ കണ്ട് വണ്ടി നിർത്തി ഇറങ്ങി. അവളെന്താ പറഞ്ഞത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ അവരുടെ വാശിക്കും വൈരാഗ്യത്തിനൊന്നും ഒരു കുറവുമില്ല. കുറയില്ല. ആഗ്രഹിച്ചത് എന്തെങ്കിലും കിട്ടാതെ പോയ പിന്നെ പാമ്പിന്റെ പകയെ അവൾക്ക്. ലക്ഷ്യം നേടാൻ അവൾ എന്തും ചെയ്യും. അതിനിടയിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും അവൾക്ക് ഒരു പ്രശ്നവുമില്ല. മഹേന്ദ്രനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ച് ഈ പഞ്ചരത്നം കൈക്കലാക്കാവുന്ന മോഹം തകർന്ന എന്റെ ഭ്രാന്തായിപ്പോ അവക്ക്. ആ മഹേന്ദ്രനും ഉണ്ടായിരുന്നു കൂടെ. എന്റെ ജീവിതത്തിൽ ഇത്രയും നാണമില്ലാത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. മോളെ, ഇതാ ജ്യൂസ്. ജ്യൂസ് കുടിച്ചു നോക്ക്. താങ്ക് യു. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. കൃഷ്ണ, ഞാനൊന്ന് പുറത്തു പോവാ. ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കിക്കോളേ. അല്ല, എവിടെ പോകുന്നു? ചില കണക്കുകൾ നമ്മൾ ബാക്കി വെക്കാൻ പാടില്ല. മഹേന്ദ്രന്റെ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് അവനോട് പറഞ്ഞേ പറ്റൂ. അതെന്തോ കൽപ്പിച്ചു കൂട്ടിയ നിൽപ്പാണല്ലോ ചേച്ചി. ഇടിച്ച് തെറിപ്പിക്കട്ടെ. നീ വണ്ടി നിർത്ത്. എന്താ ഉദ്ദേശം എന്ന് അറിയട്ടെ. എന്താ എന്നെ കാത്തു നിന്നതുപോലെ? കാത്തു നിന്ന് തന്നെയാ. ഈ നേരത്ത് നീ ഇതിലേ വരുന്നത് പതിവുള്ളതല്ലേ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം. ഇനി അതല്ല, കയ്യാങ്കളിക്കാണെങ്കിൽ കലാവതിയുടെ കൈക്കരുത്തൊന്നും ചന്ദ്രസേനനില്ല. നീ വണ്ടിക്കകത്തിരുന്ന് വീമ്പ് പറയാതെ പുറത്തേക്കൊന്ന് ഇറങ്ങിക്കേ. എനിക്ക് 2 വാക്ക് സംസാരിക്കണം. മുഖത്ത് നോക്കി പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയണം. എന്റെ കണ്ണിലേക്ക് നോക്കി കടുപ്പിച്ചൊന്നും മൂളാൻ കഴിയില്ലല്ലോ ചന്ദ്രന്. പിന്നല്ലേ പറച്ചില്. പണ്ടേ അടിമയെ പോലെ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു കലാവതി. അതൊക്കെ പോയി. മുമ്പ് ഞാൻ നിന്റെ താളത്തിനൊക്കെ തുള്ളിക്കൊണ്ടിരുന്നു. അന്നൊന്നും എനിക്ക് എന്റെ മക്കളുടെ മനസ്സ് കാണാൻ പറ്റിയില്ല. ഇന്ന് നിന്റെ കളിപ്പാവയായിരുന്ന ചന്ദ്രസേനൻ മരിച്ചുപോയി. ഇപ്പൊ ശരിക്കും ഞാനൊരു അച്ഛനാ, അതും 5 മക്കളുടെ അച്ഛൻ. നിന്ന് പ്രസംഗിക്കാതെ കാര്യം പറ ചന്ദ്ര. പോയിട്ട് വേറെ പണിയുണ്ട് എനിക്ക്. കലാവതി, ഞാൻ നിന്നെ ക്ഷണിക്കാൻ വന്ന ഒരച്ഛന്റെ കടമയാണ് മക്കളുടെ കല്യാണം ക്ഷണിക്കുക എന്നത്. അപ്പൊ അതിന്റെ തുടക്കം അത് നിന്റെ അടുത്തുനിന്ന് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. എന്റെ മൂത്ത മക്കളുടെ 3 പേരുടെയും കല്യാണം ഞാനങ്ങ് നടത്താൻ പോവാ. അതും ഏപ്രിൽ 4-ാം തീയതി. നീയും കൂടി കേൾക്കാൻ വേണ്ടി പറയാ. മാർച്ച് 5-ാം തീയതി അമൃതയുടെയും അഭിമന്യുവിന്റെയും കല്യാണം നിശ്ചയം. അത് കഴിഞ്ഞ് പിറ്റേ മാസം ആർഭാടമായിട്ട് കല്യാണവും. വന്ന അടപ്രഥമൻ കൂട്ടി 2 പേർക്കും വയറ് നിറച്ച് സദ്യ ഉണ്ടിട്ട് പോവാം. നാരങ്ങ ഇഞ്ചിക്കറിയും വിളവുന്നുണ്ട്, മടുക്കാതിരിക്കാൻ. താനേ എന്റെ പെണ്ണിന്റെ കല്യാണ സദ്യ കൂട്ടണ്ട. ഞാനല്ലാതെ അവളെ വേറെ ആരും കെട്ടാനും പോണില്ല. എടാ, നീ അങ്ങ് ഒറ്റയ്ക്ക് തീരുമാനിക്ക. അച്ഛനായിട്ട് ഞാൻ ഒരുത്തിന് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കി, കല്യാണം ഞാൻ നടത്തും. ജീവിച്ചിരിക്കണോന്ന് നിർബന്ധമുണ്ടോ ചന്ദ്രന്? ഉണ്ടെങ്കിൽ അമൃതയെ എന്റെ അനിയന് കൊടുക്കുന്നതാ നല്ലത്. മത്സരിക്കാൻ നിൽക്കല്ലേ ചന്ദ്ര. തോൽക്കുമെന്ന് ഉറപ്പുള്ള മത്സരങ്ങൾക്ക് നിൽക്കുന്നത് വിഡിത്തമല്ലേ? കലാവതി, നിന്റെ ഈ ഭീഷണിയൊന്നും എന്റെ അടുത്ത് വില പോവില്ല. ഇനി നിന്റെ നാശത്തിന്റെ കാലമാണ്. നിന്റെ പെങ്ങളിനി തകർന്നുകൊണ്ടേയിരിക്കും. ഒന്ന് പോ ചന്ദ്ര.
കാലത്തിന്റെ കണക്കിനൊക്കെ ഒരുപാട് മുകളിലാ കലാവതി. മഹീന്ദ്രൻ മോഹിച്ചതാണ് തന്റെ മോളെ എങ്കിൽ അവൻ തന്നെ അവളെ മംഗല്യസൂത്രം അണിയിക്കും. വേറൊരുത്തിന് മുന്നില് അവള് കഴുത്ത് നീട്ടി കൊടുക്കില്ല ചന്ദ്ര. കല്യാണം പോയിട്ട് ഒരു നിശ്ചയം പോലും നടക്കാൻ പോകുന്നില്ല. മുടക്കും ഞാൻ. എന്റെ മനസ്സുറപ്പൊന്നും ചന്ദ്രനില്ല. നോക്കി നിൽക്കാതെ വണ്ടി എടുക്കടാ. കുറച്ചും കൊണ്ട് മാറി നിന്നോ, ഇല്ലെങ്കിൽ എന്റെ വണ്ടിക്ക് മുമ്പിൽ കയറി നിന്നാലേ വണ്ടിക്ക് അറിയില്ലല്ലോ താൻ വലിയ ചന്ദ്രസേനനാണെന്ന്. മക്കളുടെ കല്യാണത്തിന് പകരം ചന്ദ്രന്റെ അടിയന്തരത്തിനായിരിക്കും പഞ്ചരത്നത്തിലെ പന്തൽ ഉയരുന്നത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.